എത്തിയതോടെ എറണാകുളത്ത് ഭീകരനായി മാറി കൊതുകുജന്യ രോഗങ്ങൾ പടരുന്നു. വെസ്റ്റ് നൈൽ വൈറസ് ബാധിച്ച് ജില്ലയിൽ ഈ മാസം മാത്രം 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ജില്ലയിൽ വെസ്റ്റ് നൈൽ വൈറസ് ബാധയും ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ദേശാടന പക്ഷികളിൽ നിന്നും ക്യൂലെക്സ് കൊതുകുകൾ വഴിയുമാണ് വെസ്റ്റ് നൈൽ വൈറസ് പകരുന്നത്. ജില്ലയിൽ നിലവിൽ 14 പേർക്കാണ് രോഗബാധ സംശയിക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയതോടെ ഈഡിസ് കൊതുകുകൾ പരത്തുന്ന ഡെങ്കിപ്പനിയും H1N1 ഉൾപ്പെടെയുള്ള ഇൻഫ്ലുവൻസ പനികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പനി മാറിക്കഴിഞ്ഞാലും കടുത്ത ക്ഷീണം അനുഭവപ്പെടുന്നതാണ് നിലവിലെ പനിയുടെ ഒരു പ്രത്യേകത. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർ ഷാ പറഞ്ഞു. കൊതുകുകൾ സജീവമാകുന്ന രാവിലെയും വൈകുന്നേരങ്ങളിലും കടികൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചു. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനായി കൊച്ചി കോർപ്പറേഷൻ തലത്തിൽ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വയറിളക്ക രോഗങ്ങൾ സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ശുദ്ധജലത്തിലെ ഈക്കോളി സാന്നിധ്യം പരിശോധിക്കാൻ ജല അതോറിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ ആരോഗ്യസ്ഥിര സമിതി ചെയർപേഴ്സൺ സീന ഗോകുലൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. എനിക്ക് പുതിയ ബാഗും കൂടെ എല്ലാം ഞാനോ ചേട്ടനല്ലാതെ പിന്നെ ആരാ? അപ്പൊ മറക്കണ്ട, നേരെ സോൾട്ടിലേക്ക്. The Salt Fashion near Srinarayana Hall, Chullikal, Kochi.